ഹായ് ഓൾ, ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് മാർക്കറ്റ് എന്താണോ പ്രതീക്ഷിച്ചത് അതുതന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പിന്നെ ഇന്ന് രാവിലെ സ്പെഷ്യൽ വീഡിയോയിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതിനകത്താണ്. ഈ റേഞ്ചിനകത്ത് 23,800 880 24,000 ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. 24,000 എന്ന കടമ്പ കടന്ന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കൂ. അതുകൊണ്ട് നിങ്ങൾ 24,000 വാച്ച് ചെയ്യണം എന്ന് പറയും അല്ലേ. മാർക്കറ്റ് കറക്റ്റായിട്ട് രാവിലെ ഓപ്പൺ ചെയ്തു, 24,000 ടച്ച് ചെയ്തു, നേരെ തിരിച്ചു വന്നു, വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു അല്ലേ. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് എന്ത് ചെയ്തു, 24,000 ടച്ച് ചെയ്ത് വീണ്ടും താഴെ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പതുക്കെ നിരങ്ങി മാർക്കറ്റ് താഴോട്ട് വന്നു. നാളെ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം മാർക്കറ്റിനെ ഇതിനകത്ത് തന്നെ പിടിച്ചു കെട്ടിയിടാൻ പറ്റുന്നു അത്രത്തോളം സെല്ലേഴ്സിന് എന്താണ് ആ പ്രീമിയം ഉരുകി കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു ഉദ്ദേശം. ഈ വീഴ്ചയ്ക്ക് പലരും ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടോ. പക്ഷേ നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കുക. നമ്മൾ ഇതുമായിട്ട് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം, രണ്ട് കാര്യം നടക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഥവാ ഇത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ പുറത്താണ് മാർക്കറ്റ് ഈ വീഴുന്നതെങ്കിൽ രണ്ട് കാര്യം മാർക്കറ്റ് നടക്കണം. ഒന്ന്, ക്രൂഡ് സർജ് ചെയ്യണം. ക്രൂഡ് ആ റേഞ്ച് തന്നെ 80.5 എന്ന് പറയുന്ന റേഞ്ചിലല്ലാതെ ആ റേഞ്ച് വിട്ട് ക്രൂഡ് എങ്ങോട്ടും പോയില്ല. അതേസമയം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് പതുക്കെ സർജ് ചെയ്യാനാണ് തുടങ്ങിയത്, മുകളിലോട്ട് പോകാനാണ് തുടങ്ങിയത്. ഒരിക്കലും ഗോൾഡും എന്ത് ചെയ്തില്ല, ഫോൾ ആയില്ല. അപ്പം രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് ഇത് നെഗറ്റീവ് ട്രെൻഡ് കൊണ്ടല്ല പോകുന്നത്. പിന്നെന്താണ്, നാളത്തെ എക്സ്പയറിയുടെ വോളറ്റാലിറ്റി കൊണ്ട് മാർക്കറ്റിനെ മാക്സിമം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ഡേറ്റ വന്നു. ആ ഡേറ്റ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ കാര്യം വളരെ ക്ലിയറായിട്ട് 2 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ആ ഡേറ്റ നോക്കാം. ഇത് ഇന്ന് വന്ന FISൻ്റെ ഡേറ്റയാണ്. നോക്കിക്കേ, 87% ഷോർട്ട്, വീണ്ടും ഒരു ഷോർട്ട് കുറച്ചു. 90% DIs ബൈ സൈഡിലോട്ട് പോയി. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സും 76% ബൈ സൈഡിലേക്ക് പോയി. പ്രോ ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചത് അവർ പ്രോ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ച ദിവസങ്ങളിൽ ഏകദേശം 10% അവരുടെ ബൈ സൈഡ് DIs കൂട്ടി. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സും അതിനനുസരിച്ച് എന്ത് ചെയ്തു, അവരുടെ ലോങ് സൈഡ് അവർ കൂട്ടി. ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിലൊരു ബൈ മൊമെൻറ്റം വരാനുള്ള സാധ്യത. ചുമ്മാ അത് കണ്ണും പൂട്ടി എന്തായാലും DIs വാങ്ങിക്കത്തില്ലല്ലോ. അവർക്ക് എന്തായാലും ധാരാളം സോഴ്സുകൾ കാണും അല്ലേ. അപ്പോൾ ആ സോഴ്സിൻ്റെ ബലത്തിലായിരിക്കണം അവർ എന്ത് ചെയ്തത്, ലോങ് സൈഡ് കൂട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു നിർത്തേണ്ട ബാധ്യത ആർക്കുണ്ട്, DIsനുണ്ട് ഇല്ലേ. അപ്പം ചുമ്മാതെ കണ്ണും പൂട്ടി എന്തായാലും അവർ വാങ്ങിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെൻറ്റം മാർക്കറ്റിൽ വരാനുണ്ട് എന്നുള്ള ധാരണയിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും ജസ്റ്റ് ഞാനിത് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തു. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണും, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, നമുക്ക് കളയാം, ഇത് പോട്ടെ. മാർക്കറ്റ് എന്ത് ചെയ്തു, നിരങ്ങി താഴോട്ട്. ഇവിടെ എത്തിയപ്പോഴും ഈ ഞാൻ പറഞ്ഞു 23,880 എത്തുമ്പോൾ നിങ്ങളിവിടെ വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. 23,880 ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് മേലോട്ട് കയറി. ഇവിടുന്ന് മേലോട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ഒരു കാരണവശാലും മാർക്കറ്റ് എനിക്ക് താഴോട്ടുള്ളൊരു വ്യൂ ഇല്ല. കാരണം ധാരാളം പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ആർക്ക് റിപ്ലൈ ചെയ്യുന്നില്ല. കാരണം റിപ്ലൈ ആയിട്ട് കാര്യമില്ല, ഞാൻ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് വീഡിയോയിലും ഗ്രൂപ്പിലും പറയുന്നുണ്ട് ഇല്ലേ. പിന്നെ അതിനെ കവച്ച് വെച്ച് പേഴ്സണലായിട്ട് ആർക്കും ഒരു മെസ്സേജ് അയക്കേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അല്ലാത്ത കാര്യങ്ങളായിരിക്കണം. എനിവേ, മാർക്കറ്റ് ഈ 880 മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് വോയിസ് ഇട്ടു, എനിക്ക് താഴോട്ടൊരു വ്യൂ ഇല്ല. കാരണം എന്താണ്, ഗ്ലോബലി കാര്യങ്ങൾ എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഇപ്പം ഇറാനും അമേരിക്കൻ തമ്മിലുള്ള ഡീലിനകത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ആ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്
മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയക്കകത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് കെട്ടപ്പെട്ട പോലെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ കരാറിനകത്ത് ഞങ്ങൾ ഭാഗവാക്കല്ല, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ട്രംപ് വിളിച്ച് അവരെ വിരട്ടി നീ അടിക്കരുത് അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ട്രംപ് ഒരു വാചകം പറഞ്ഞതിനകത്തില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ ആക്രമിച്ചാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ആ കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു. ഓക്കെ, ഒരിക്കലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ എല്ലാവരും പറയാം ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിനെ വിരട്ടി നിർത്താം. ഞാൻ ഈ ഫാക്റ്റാണ് പറയുന്നത്. നിങ്ങൾ വേറെ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൂട്ടിക്കലർത്തല്ല. നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക, അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രായേലിനെ തള്ളി പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എത്രയൊക്കെ സാഹചര്യമാണെന്ന് പറഞ്ഞാലും അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രായേലിനെ തള്ളി പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ആയുധങ്ങളിനകത്തിലെ പലതിൻ്റെയും തല ഈ പറയുന്ന ഇസ്രായേൽ ജൂതനാണ്. ഈ പറയുന്ന അമേരിക്ക ഉണ്ടാക്കിയ പല ആയുധങ്ങളുടെയും തല ഓക്കെ അവനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ തള്ളി പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ F-35 വരെയും അതിനകത്തിൽ വരെയും ഇസ്രായേലിന് അതിൻ്റെ ടെക്നോളജിക്ക് അത് പങ്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ പറയാം, ഒരു സമന്വയത്തിൻ്റെ പാതയിൽ ഇസ്രായേലിനോടൊക്കെ പറയാം നിങ്ങൾ ഇനി ആക്രമിക്കലില്ലേ, കുറച്ച് അടങ്ങണം. കാരണം വേൾഡ് കപ്പ് വരെ എങ്ങനെങ്കിലും ഇത് പിടിച്ചു നിർത്തിക്കൊണ്ട് പോയേ ഒക്കത്തുള്ളൂ ട്രംപിന്, അല്ലെങ്കിൽ ട്രംപിൻ്റെ മാനം പോവും. അതുകൊണ്ടാണ് ട്രംപ് ഇത്രയ്ക്കും വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത ഈ ഒരു പീസ് ഡീലിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പീസ് ഡീൽ റൈറ്റ്, അതായത് ഒരു സൈൻ വരണമെന്ന്, രണ്ടുപേരും തമ്മിലൊരു ധാരണയിൽ എത്തണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ സെറമണി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച വരെ ഇതെങ്ങനെയെങ്കിലും ഒരു സമാധാനപ്പെട്ട രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം. അതിനിടയിൽ ഹിസ്ബുള്ള കയറി ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും. അതിന് യാതൊരു തർക്കവും ഇല്ല. അങ്ങനെയാകുമ്പോൾ ഈ സംഗതി പിന്നെ എന്ത് ചെയ്യും, അലമ്പായി തീരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന രീതിയിലാണ് ഇപ്പം അമേരിക്ക ആയാലും ഇസ്രായേലായാലും ഇറാനായാലും പിന്നെ ഹിസ്ബുള്ള ലെബനൻ ആരായാലും ഇതെങ്ങനെങ്കിലും ഒരു സമവായത്തിൽ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട്, പ്രത്യേകിച്ച് ട്രംപിന്. കാരണം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നിരങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വീണ്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. ഹോർമൂസ് തുറന്നു, ഫീ ഒന്നുമില്ല, അവിടെ ഓൾറെഡി ഓയിൽ ടാങ്കർ അതുവഴി പാസ് ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ സേഫ് റൂട്ട് വഴിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ട്വീറ്റ് പിന്നെയും വന്നു. അപ്പോൾ അതിൻ്റെ ബലത്തിൽ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിന് ശേഷമാണ്. അപ്പോൾ ഒന്നുകൂടെ മാർക്കറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഊർജ്ജം വന്നിട്ടുണ്ട്. ആ ഒരു ഊർജ്ജം ഇപ്പം US മാർക്കറ്റിലും കാണാം. US മാർക്കറ്റിൽ ഇപ്പോൾ ഡൗ ജോൺസ് ഏകദേശം 650 പോയിൻറ്റ് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 24,000-അടുത്ത് എത്തി. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ എന്ത് ചെയ്യും, ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അപ്പം നാളെ ഈ പറഞ്ഞ പോലെ തന്നെ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഓക്കെ, അപ്പം നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈവൻ ഈ പറഞ്ഞ പോലെ തന്നെ നാളെയും ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഏരിയയിലായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഏരിയയിലാണ്. 24,000-ന് അടുത്ത 23,950 24,000 ഏരിയയിലായിരിക്കണം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്താലും 24,000-ന് മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമ്പോൾ കയ്യിരിക്കുന്ന പ്രീമിയം ഒരുക്കി തീരും. അതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നാളെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 24,000-ന് മുകളിൽ നിലനിന്നാൽ, ഇപ്പോൾ ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 24,062 കാണാൻ പറ്റും. അതിനുശേഷം ഫർദറായിട്ട് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 24,340 എന്നൊക്കെ പറഞ്ഞ റേഞ്ചിലെത്താൻ, അത് ചിലപ്പോൾ നാളെ എത്തത്തില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിലൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിഫ്റ്റിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നാളത്തെ ഓപ്പണിംഗ് റേഞ്ച് വളരെ നിർണായക ലെവലായിരിക്കും. ആ ലെവലിൽ നിന്നായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് മാർക്കറ്റ് എങ്ങോട്ട് ചലിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് വളരെ ശോകമായിരുന്നു.
ബാങ്ക് നിഫ്റ്റി എന്താ പറയുന്നത്, ഓപ്പൺ ചെയ്തെങ്കിലും വലിയ സ്ട്രെങ്ത് ഒന്നുമില്ലായിരുന്നു. ഒരു കാലും കൈ കെട്ടിയിട്ട പോലെ ഒരു രീതിയിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നാളെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 57,730 കടന്നു പോകണം. ഇത് കടന്നെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉള്ളൂ. ഇല്ലെങ്കിൽ താഴെ ടച്ച് ചെയ്ത് വീണ്ടും എന്ത് സംഭവിക്കും നോക്കുക. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മിഡ് ക്യാപ്പിൽ ഇന്ന് BSE വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്ത്, പക്ഷേ ആ ഒരു പെർഫോമൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്തെങ്കിലും എന്നാലും ഈ ഇന്നത്തെ ലെവൽ വിട്ട് താഴെ പോയില്ല. എവിടെയാണ് ഓപ്പൺ ചെയ്തത് അത് ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി അങ്ങനെയല്ല, ഓപ്പൺ ചെയ്തെടുത്തു നിന്ന് പിന്നെ താഴെ പോയി. പക്ഷേ മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്തത് അതേ പോയിന്റ് തന്നെയാണ് ഇന്ന് ക്ലോസും ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ ഒരു അപ്സൈഡ് ലെവൽ നിൽക്കണമെങ്കിൽ 14,461 മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കിട്ടണം. അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കിട്ടുവാണെങ്കിൽ 14,500 നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പം സെൻസെക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, സെൻസെക്സിലും ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നോക്കിക്കേ നമ്മുടെ ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു അപ്സൈഡ് വേണമെങ്കിൽ 76,802 കടക്കണം. 76,802 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം നമുക്ക് സെൻസെക്സിലുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലെവലുകളൊക്കെ നാളെ വാച്ച് ചെയ്യുക. എന്തായാലും നാളത്തെ ഓപ്പണിങ് വളരെ നിർണായകമായിരിക്കും. ഇന്നത്തെ ഡൗ ജോൺസിൻ്റെ ക്ലോസിങ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിങ്ങും വളരെ നിർണായകമായിരിക്കും നാളെ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് വേണ്ടി. അപ്പം 24,000-അടുത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫർദർ ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടിയാൽ 24,000 മുകളിൽ നിലനിന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലോട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നാളത്തെ മാർക്കറ്റിനെ പറ്റിയുള്ള എൻ്റെ എളിയ അഭിപ്രായം. അപ്പം എല്ലാവരും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.